ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ആദരണീയ കർത്തൃദാസൻ കുടുംബം സഭ, പ്രിയപ്പെട്ടവർക്ക് പ്രാരംഭത്തിൽ നന്ദിയും വന്ദനവും ചൊല്ലുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ, വിശേഷിച്ച് 8 തിരുവെടുത്തുകൾ ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം, ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം, അവ പറഞ്ഞു തരും. അവ പറഞ്ഞു തരും. അല്ല ഭൂമിയോട് സംഭാഷിക്കാം, അല്ല ഭൂമിയോട് സംഭാഷിക്കാം, അത് നിന്നെ ഉപദേശിക്കും. അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും, സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. ഒരിക്കൽ കൂടി നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. യേശുനായക ശ്രീജ നമോ നമോ, നാശവാരണ സ്വാമി നമോ നമോ. യേശുനായക ശ്രീജ നമോ നമോ, നാശവാരണ സ്വാമി നമോ നമോ. മോശിപൂജിത രൂപ നമോ നമോ. ഇയ്യോബിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-8 തിരുവെടുത്തുകളാ. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാം, അവ പറഞ്ഞു തരും. അല്ല ഭൂമിയോട് സംഭാഷിക്കാം, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. ഉപദേശിക്കുകയും പറഞ്ഞു തരികയും വിവരിക്കുകയും ചെയ്യുന്ന പ്രത്യേകമായ ചില കാര്യമാണ് ഈ പുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ഇയ്യോബിന്റെ പുസ്തകം. സത്യവേദ പുസ്തകത്തിൽ 66 പുസ്തകങ്ങളാണ്. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അതിലെ ഇയ്യോബിന്റെ പുസ്തകം വളരെ പഴയ ഒരു പുസ്തകമാണ്. എന്നാൽ ഇത് ഓർഡറിൽ വന്നപ്പോൾ സങ്കീർത്തനത്തിന്റെ പുറകിലാണ് ഈ പുസ്തകം കൊടുത്തിരിക്കുന്നത്, ഓർഡറിൽ വന്നപ്പോൾ. എന്നാൽ ഈ പുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ പുത്രന്മാരിൽ ഇസഖാറിന്റെ പുത്രൻപ്പെട്ട ആളാണ് ഇയ്യോബ് എന്നാണ് വേദപണ്ഡിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത്.
അറിവുള്ള വാക്യമാ എങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-2 തിരുവെഴുത്തുകൾ ഒന്ന് വായിക്കുന്നത് ഉചിതമായിരിക്കും. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ 12 പിള്ളേരിൽ ഇസഹാരിന്റെ പുത്രനാണ് ഇയ്യോബ് എന്നാണ് വേദപഠിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത്. വായിച്ചു 7:1 മുതൽ. ഇസഖാരിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ് എന്ന് പറഞ്ഞാൽ എന്നാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ ജോബ് എന്നാ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു. സഹിഷ്ണുത കാണിച്ചവനെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടു. അവിടെ യോബ് എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യോബ്, യാശൂബ്, ഇയ്യോബ് ഇതെല്ലാം ഒരാള് തന്നെ. ഉദാഹരണമായിട്ട് യാക്കോബ്, ഇസ്രായേല്, യെശൂരു എല്ലാം ഒരാളാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഒരു കാര്യം കൂടപ്പെട്ടവരോട് പറയട്ടെ, ഈ പുസ്തകം വളരെ ശ്രേഷ്ഠമേറിയ പുസ്തകമാണ്. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഭാഗ്യമുള്ളവരാണ്. സ്തോത്രം. വായിക്കുന്നവനും സ്തോത്രം, വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും ഇത് പ്രമാണിക്കുന്നവരും എല്ലാം ഭാഗ്യവാന്മാരാണ്. ഈ പുസ്തകം ദൈവത്തിന്റെ തിരുവചനമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ഇത് അനുസരിച്ചാൽ, ആചരിച്ചാൽ, അംഗീകരിച്ചാൽ, ഇത് ഏറ്റെടുത്താൽ അത് വളരെ അനുഗ്രഹമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഈ പുസ്തകങ്ങളുടെ പഴക്കം നോക്കിയാൽ ഉൽപ്പത്തി കഴിഞ്ഞ ഉടനെ കൊടുക്കേണ്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. പിന്നെ എല്ലാത്തിനും ഒരു ക്രമമുള്ളത് കൊണ്ടാണ് ഇത് സങ്കീർത്തനത്തിന്റെ പുറകെ കൊണ്ട് ഈ പുസ്തകം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ യോഗങ്ങൾക്കും അങ്ങനെ ചില ക്രമീകരണങ്ങളുണ്ട്. പഴക്കം നോക്കിയാൽ ഉൽപ്പത്തി കഴിഞ്ഞ് ഇയ്യോബിന്റെ പുസ്തകം കൊടുക്കണം. പിന്നെ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്. ചില യോഗമൊക്കെ പ്രാർത്ഥിച്ച് നിർത്താൻ പറയും, സെൻട്രൽ പാസ് നിർത്തും. പ്രാർത്ഥനയും സുഖമല്ല, കേൾക്കാനും ഒരു ആത്മനിറവില്ല. പിന്നെ ഇത് മെനക്കേടായതുകൊണ്ടാണ് പുള്ളിക്ക് കൊടുക്കുന്നത്. അതിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. കൊടുത്തില്ലെങ്കിൽ ഇത് പിന്നെ മെനക്കേടാക്കും. എല്ലാവരുടെയും കാര്യമല്ല. ചില സഭകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്തോത്രം, ഒടുവിൽ പ്രാർത്ഥിച്ച് ഇന്നയാൾ നിർത്തും. കൊടുത്തില്ലേ മെനക്കേടാ. പക്ഷേ പുള്ളിയെക്കാലം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഉണ്ട്. ഇല്ലേ പ്രശ്നമാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പഴക്കം നോക്കിയാൽ കൊടുക്കേണ്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ് ഉൽപ്പത്തി കഴിഞ്ഞ്. എന്നാൽ ഇത് സങ്കീർത്തനത്തിന്റെ പുറകെ കൊണ്ട് ഈ പുസ്തകം കൊടുത്തു. ചിലര് അഭിപ്രായപ്പെടുന്നത് ഈ ഇയ്യോബിന്റെ പുസ്തകം ഏതാണ്ട് മോശ തന്നെ എഴുതിയതെന്ന ചിലരുടെ വാദം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. ഇവിടെ വായിക്കുമ്പോൾ ഇയ്യോബിനെ പറ്റി പഠിക്കുമ്പോൾ ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നെന്ന 1-ാം വാക്യം 1:1. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. കെട്ടുകഥയും അമ്മമ്മ കഥയും ഉമ്മാക്കി കഥയും കഴിവക്കഥയല്ല, ഉള്ള കാര്യമാണ്.
ഞാൻ ആ കൃത്യസ്ഥലത്ത് പോയിട്ടില്ലെങ്കിലും ആ രാജ്യത്ത് പോയിട്ടുണ്ട്. എന്നാൽ കൃത്യസ്ഥലത്ത് പോയവർ പറഞ്ഞ സലാല മസ്കറ്റില്, അവിടെ ഇയ്യോബ് ജനിച്ച സ്ഥലവും ഇയ്യോബ് മരിച്ച അടക്കിയ കല്ലറയൊക്കെ നാട്ടിൽ പോയി കണ്ടു. അപ്പോൾ അങ്ങനെ ജിംഷൻ പാസ്റ്റർ പോയി കണ്ടു. ഇരിക്കുന്ന ആരെങ്കിലും പോയിട്ടുണ്ടോ? അപ്പൊ എന്തായാലും ചരിത്രം പഠിക്കുന്നവർക്കും അത് കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാകും ആ മനുഷ്യൻ ജീവിച്ചിരുന്നയാളാ. അങ്ങനെ ആ പുസ്തകത്തിലും അങ്ങനെ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നതാ. ഒന്നുകൂടെ വായിച്ചു. ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഉള്ള കാര്യമാണ്, ഇതിനകത്തെ കാര്യമല്ല, ഉള്ള കാര്യമാണ്. അല്ലാതെ പണ്ട് 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 ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു, നിർമ്മിത കഥയല്ല. അപ്പൂപ്പനും അമ്മയും കൂടി ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനത്തെ കഥയൊന്നുമല്ല, ഉമ്മാക്കി കഥയല്ല. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷപ്പെട്ടവനെന്നവൻ. നമുക്ക് നേരുണ്ടെങ്കിൽ നിഷ്കളങ്കതയില്ല, നിഷ്കളങ്കതയുണ്ടെങ്കിൽ നേരില്ല. ഇത് രണ്ടുമുണ്ട്, പക്വതയില്ല. നിങ്ങള് ചിലരെ ശ്രദ്ധിച്ച്, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. നേരും നെറിവുണ്ട്, പക്ഷെ പക്വതയില്ല. ചിലർക്ക് ഭയങ്കര പക്വതയാ, നേരും നെറിവെന്ന് പറയുന്നത് ഇല്ല. ഇതെല്ലാം തികഞ്ഞവര് ഈ യോഗത്തിന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാല്. കണ്ടേച്ചു പോകാനല്ല, എന്നെ കണ്ടുവെച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പഠിക്കാനുണ്ട്. ഇതെല്ലാം എനിക്കുണ്ട്, അതുകൊണ്ട് ഒരു കൈപൊക്കും. അപ്പോൾ ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നവൻ നിഷ്കളങ്കനും, നേരുള്ളവനും, ദൈവഭക്തനും, ദോഷം വിട്ടകലുന്നവൻ. 4 ഗുണഗണങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു. ഞാൻ ഓർപ്പിച്ചല്ലോ, നമുക്ക് നേരുണ്ടെങ്കിൽ നിഷ്കളങ്കതയില്ല, നിഷ്കളങ്കത കണ്ട് നേരില്ല, നേര് നിഷ്കളങ്കതയുടെ പക്വതയില്ല. എല്ലാം തികഞ്ഞവരായിരുന്നു. പണ്ടൊരു യോഗത്തിന് എല്ലാം തികഞ്ഞവരുണ്ട് കൈവെക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ കൈവൊക്കി. പിന്നീട് അറിഞ്ഞ പാവം ഉറങ്ങുകയായിരുന്നു. കൂടെ നമ്മൾ കൈവൊക്കിക്കുമല്ലോ, അങ്ങനെ പുള്ളി അങ്ങ് പൊക്കിയതാണ്. എല്ലാം തികഞ്ഞ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനായ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യാതൊരു അപാകതകളും യാതൊരു കുഴപ്പമില്ലാത്ത ഒരേ ഒരുവനെ, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്. എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവൻ 10,000ങ്ങളിൽ ശ്രേഷ്ഠൻ. ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, അകൃത്യമില്ലാത്ത, യാതൊരു അപാകതയില്ലാത്ത ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ബാക്കി സകല ആൾക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പമുണ്ട്. ചിലരുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടാൽ എല്ലാം തികഞ്ഞു, ഇനി എന്നാ കാഹളം ധരിക്കാത്ത. ചിലരുടെ ആ ഇരിപ്പുമൊക്കെ കണ്ടാൽ മേലോട്ട് ചോദിക്കുക, എന്നാ ധ്വനിക്കാത്തെന്ന്. ധ്വനിച്ചാലറിയാൻ നിന്റെ പരുവക്കേട്. അല്ലെ, അഹങ്കാരത്തിന് യാതൊരു ഒരു കുറവുമില്ല. ചിലക്ക് ഈ ആത്മീയം കയറി കഴിഞ്ഞാൽ പിന്നെ ആരോടും മിണ്ടുകയല്ലോ, മിണ്ടത്തില്ല, കൈ കൊടുക്കുകയല്ല. ചിലരെ കാണുന്നത് വളരെ വല്ലാതെയാണ് നോക്കുന്നത്. ആത്മീയം അങ്ങ് കയറി അവരെ സൂക്ഷിച്ചോണം, അവര് പ്രശ്നക്കാരാണ്. ചിലക്ക് അതിവിശുദ്ധി കയറും. ഞങ്ങളാണിപ്പം ഉള്ളതിൽ അല്പം വിശുദ്ധന്മാര്. ഞങ്ങളുടെ സഭയാണ് കുറച്ചുകൂടെ വിജയമെന്നും പറയാതിരിക്കുന്ന നല്ലത്. എല്ലാം തികഞ്ഞ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാ. അവിടുന്ന് ഊനമില്ലാത്തവന്, പാപമില്ലാത്തവന്, കളങ്കമില്ലാത്ത, സ്വത്ര യാതൊരു അകൃത്യങ്ങളില്ലാത്ത ഒരുവനേ ഉള്ളു. എത്ര കോടതി മാറി മാറി വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ലല്ലോ. കുറ്റം കൊടുത്ത യൂദയും ഒടുവിൽ പറഞ്ഞത്, അയ്യോ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തത്. ആ വാക്കിന്റെ അർത്ഥം കുറ്റമില്ലാത്തവനെന്ന്. ക്രൂശിൽ കടന്ന് ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തം പറഞ്ഞത്, സ്തോത്രം, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ക്രൂശിൽ കയറി, ഈ നീതിമാൻ ഒരു തെറ്റ് ചെയ്തില്ലെന്ന്. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിയെന്ന് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്നാ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. ശതാധിപനും ഔവണ്ണം തന്നെ പറഞ്ഞത്. വാസ്തവമായിട്ട് അവിടുന്ന് നീതിമാനായിരുന്നു. പീലാത്തോസിന്റെ ഭാര്യയ്ക്കും ദർശനവും സ്വപ്നവും ലഭിച്ച് ആ സ്ത്രീയും പറഞ്ഞത്, ആ നീതിമാന് വിരോധമായിട്ടൊന്നും ഒത്തുചേരരുത്.
സ്തോത്രം. യാതൊരു അകൃത്യവും യാതൊരു അപാകതയും ഇല്ലാത്ത ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി. ഓ അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി വരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ഇന്ന് രാത്രി ആ ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി. യേശു ക്രിസ്തു ഏകരക്ഷകൻ, യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം. യേശു ക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ, മറ്റൊരുത്തലും രക്ഷയില്ല. യാതൊരു അപാകതയില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. എന്നാൽ ഇവിടെ ഇയ്യോബിന്റെ ജീവിതത്തിൽ 4 വിശേഷതകൾ പറഞ്ഞു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിശേഷതകൾ താഴോട്ടുള്ള വാക്യത്തിലുണ്ട്. 1-2 വാക്യം കൊണ്ട് ചേർന്ന് വായിക്കാം. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവന് 7 പുത്രന്മാരും അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും 3 പുത്രിമാരും. അപ്പൊ 7 3 10 പിള്ളേരുടെ ബഹുമതി എന്ന സ്ഥാനം ഇയ്യോബിനുണ്ട്. 7 3 10. പണ്ടത്തെ കാലത്ത് ഇതൊന്നും വലിയ വിഷയമല്ല. 10 പിള്ളേർ, ഒരുത്തനെ 70 പിള്ളേരുണ്ടായിരുന്നു. ഒരാൾക്ക് 70 പിള്ളേർ. ഇയാള് പിള്ളേരുടെ കണക്ക് പറയാൻ വന്നതാണോ? അല്ലല്ല, ഞാൻ വേദോസത്തിന്റെ കാര്യം പറഞ്ഞു. വേദോസത്തിന്റെ ആന്നല്ലേ ഞാൻ ഈ പറയുന്നത് കൊണ്ടാണ്. 70 പിള്ളേര്. പണ്ട് കാലത്തൊക്കെ അങ്ങനെ. ഞാനൊരിക്കല് വിദേശ രാജ്യത്തപ്പം വേറൊരു രാജാവിനെ പറ്റി എന്നോട് പറഞ്ഞു, പുള്ളിക്ക് ഉണ്ടെന്ന് 70 പിള്ളേര്. അന്നത്തെ കാര്യമല്ലേ, അടുത്ത കാലത്ത് പറഞ്ഞ കാര്യം. മക്കള് പല സ്ത്രീകളിൽ ജനിച്ചതാ, അവർക്കൊക്കെ അങ്ങനെ ആകാം. അവിടെ കൊണ്ട് ജോലിക്ക് നിൽക്കുന്നില്ല, സങ്കടപ്പെട്ടൊന്നും ഇരിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ചില ആചാരങ്ങളും നിയമങ്ങളും ഒക്കെ ചിലർക്കുണ്ട്, നമുക്ക് അങ്ങനെ ഒക്കത്തില്ല. അപ്പൊ എന്തായാലും കൊള്ളാം, ഇയ്യോബിന് 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. 7 3 10 പിള്ളേരുടെ പിതാവ് എന്നുള്ള ബഹുമതി ഇയ്യോബിന്. ഇത് ചെറിയ കാര്യമല്ല. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലവുമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങള് 2 3 4 ഒക്കെ ഉള്ളത് ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ വല്യമ്മയുടെ ഭാഷ പറഞ്ഞ നാരായണ പുത്തരിക്ക് ഒരെണ്ണമായിട്ട് നടക്കുക. ഇതിന് വലിയ തലമുറ ദൈവത്തിന്റെ അവകാശമാണ്. ദൈവം നമുക്ക് തരുന്ന അവകാശമാണ്. അതിനെ തടയരുത്, തലമുറയെ നശിപ്പിക്കരുത്. സ്തോത്രം. ഉദരത്തിൽ വെച്ച് തന്നെ തലമുറയെ തകർക്കുന്ന വ്യക്തികളുണ്ട്. ഇത് പാപമാണ്, ദൈവത്തിന് ഇഷ്ടമല്ല. ഗുണകത്തിയ ഇതൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നതല്ല. ദൈവം അവരെ ശിക്ഷിക്കും. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. അടുത്ത കാലത്ത് ഞാൻ ഒരാളോട് ചോദിച്ചു, പിള്ളേർ എത്രയുണ്ട്? അപ്പൊ വേണ്ടപ്പെട്ടയാളാ 2. ഓ മതി. അതിന് അപ്പൊ ഇതിനെയൊക്കെ ആര് വളർത്താനാ? അങ്ങനെയുണ്ട്. ഇപ്പോഴത്തെ കാലത്തെ ഈ കഷ്ടപ്പെടാനും ബന്ധപ്പെടാനും താല്പര്യമില്ല. എല്ലാവർക്കും സുഖകരമായ ജീവിതമാണ് ഇഷ്ടം. അതാ അതിന്റെ ഒരു കാരണം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വിഷയം അതല്ലല്ലോ. എന്തായാലും മക്കൾ ഒരവകാശമാണ്. നിന്റെ മേശയ്ക്ക് ചുറ്റും അങ്ങനെ എഴുതിയിട്ടുണ്ട്. മേശയ്ക്ക് ചുറ്റും ഒലിവ് തയ്യെന്നല്ല, അങ്ങനെ ഒലിവ് തയ്യെന്നാണ്. തൈകൾ
ഭാര്യയെ പറ്റി പറഞ്ഞേക്കുന്നത് മുന്തിരി വള്ളികളെന്നല്ല, മുന്തിരി നേരെ തിരിച്ചാ. വള്ളി ഇഷ്ടം പോലെ ഉണ്ട്, തൈകൾ അധികം എല്ലാവരുടെയും കാര്യമല്ല. അപ്പൊ പുസ്തകത്തിലെ പ്രമാണം, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും. മക്കളൊരു അനുഗ്രഹമാണ് കേട്ടോ. കൊച്ചുങ്ങളെ പ്രാഗൊന്നും ചെയ്യരുത്. നമ്മുടെ വീട്ടിൽ 3-4 എണ്ണമുണ്ട് അങ്ങനൊന്നും പറയരുത്. പറഞ്ഞേച്ചായിരിക്കും ഇരിക്കുന്നത്. മക്കളെ നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവമേ എനിക്ക് തന്ന തലമുറയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ആണിനായി പെണ്ണിനായി 2-3 ഉണ്ടെങ്കിൽ 4 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ദൈവം തന്നത് അതിനെ പ്രാഗി അലക്കുകയും ചട്ടിയെടുത്ത് അടിക്കുകയും ഓടാലിക്ക് വെട്ടാൻ ചെല്ലുകയൊന്നും ചെയ്യരുത്. ഞാൻ പൊത്തി കയറുമെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ ചെല്ലുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യരുത്. മക്കളൊരു അവകാശമാണ്. സ്തോത്രം. മക്കൾ ദൈവം തരുന്ന അവകാശമാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. തലമുറയെ കാണുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അനേകര് തലമുറയില്ലാതെ ഭാരപ്പെടുമ്പോൾ നാടൻ ഭാഷയെ പഴയ ഭാഷയെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കുഞ്ഞിക്കാല് കാണാൻ അനേകര് ആഗ്രഹിച്ച് നേർച്ച കഴിക്കുന്നവരുണ്ട്, കാഴ്ച വെക്കുന്നവരുണ്ട്, നാട് വിട്ടവരുണ്ട്. വേണ്ട മരുന്ന് കഴിച്ച് ചികിത്സ. നാളൊരാൾ പറഞ്ഞു വയനാട്ടിലെ ചികിത്സയാണ്. അതിനാ തലമുറയെ ലഭിക്കാൻ നാട്ടുവൈദ്യമാണ്. എനിക്കറിയാം വേറെ ഒരു ഫാമിലി, പേരൊന്നും പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല, ലക്ഷങ്ങൾ മുടക്കി ഒരു കുഞ്ഞിനെ കിട്ടാൻ ചികിത്സയ്ക്ക് വേണ്ടി. ഒടുവിൽ കിട്ടിയില്ല. പിന്നെ വേറൊരു സ്ഥലത്ത് നിന്നൊരു കൊച്ചിനെ എടുത്തു വളർത്തുക. അപ്പൊ അങ്ങനെയൊക്കെ അനേകര് ഭാരപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ദൈവം തന്ന 1, 2, 3 തലമുറ ദൈവം തന്ന അവകാശമാണ്. ആ തലമുറയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയണം. മക്കളൊരു അനുഗ്രഹമാണ്, ദൈവത്തിന്റെ മഹത്വം. അത് അവകാശവുമാണ് നമ്മുടെ. അപ്പൊ യോബിന് 7 പുത്രന്മാരും 3 പുത്രിമാരും. അപ്പോൾ 10 പിള്ളേരുടെ ബഹുമൻ എന്ന പദവി യോബിനുണ്ട്. ഇനി യോബിന്റെ ക്വാളിറ്റി അടുത്ത വാക്യം. അവന് 7,000 ആട്, 7,000 ആടും. അപ്പം ഒരാൾ വായിച്ചു, യോബ് 7,000 ആട് വന്നു. നമ്മൾ 1-2 പ്രാവശ്യം ആടിയച്ച് ഇരിക്കുക. പുള്ളി 7,000 വായിച്ചപ്പോ അങ്ങ് വായിച്ചൊഴിക്കും. 7,000 ആട്. പിന്നെ അത്ര പുള്ളി ആടുവെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ യോബിന് 7,000 ആട്, 7,000 ആടും 3,000 ഒട്ടകവും പിന്നെ 500 കാളയും. 500 കാള. ഒരേ കാള എന്ന് പറഞ്ഞാൽ 2 കാള. 500 × 2 = 1000 കാള. ന്യായമായ കണക്കാടുത്തത്. 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനം. അപ്പൊ ആ കാലത്ത് ജീവിച്ചിരുന്ന ധന്യനായ മനുഷ്യനായി യോബ്. 7,000 അന്നത്തെ പഴയ നിയമകാലത്ത് ഈ കാലയളവിലൊക്കെ ഒരു മനുഷ്യന്റെ സാമ്പത്തിക നിലവാരത്തിന്റെ ഭദ്രത തുലനം ചെയ്യുന്നത് മൃഗത്തിന്റെ എണ്ണം നോക്കിയ. കന്നുകാലി ധാരാളം ഉണ്ടെങ്കിൽ അവൻ കാശുകാരനാ പണ്ട്. ഇപ്പൊ കന്നുകാലി ഉണ്ടെങ്കിൽ നമ്മള് കാശുകാരനാണ്. ഗതികേടാ കന്നാലി ഉള്ളത് ജീവിക്കുക. വീട്ടിലോട്ട് ചെല്ലാൻ മേലെ ചാണകത്തിന്റെയും മൂത്രത്തിന്റെയും അതിന് കുടിക്കുന്നില്ല. അപ്പൊ പണ്ട് കാലത്ത് കന്നുകാലി ധാരാളം ഉണ്ടെങ്കിൽ കാശുകാരൻ. അത് അബ്രഹാമും യാക്കോബും ഒക്കെ സമ്പന്നന്മാരാന്ന് പറയാനുള്ളതിന്റെ ഒരു കാരണം മൃഗസമ്പത്ത്. ഇന്ന് നേരെ തിരിഞ്ഞ് ഇന്ന് കാശുകാരനാന്ന് പറയുന്നത് എങ്ങനാ? വില കൂടിയൊരു വണ്ടിയും 2 നില വീടും, അല്ലെ 3 നില, അല്ലെ മാർബിൾ കെട്ടിടം, പിന്നെ ഒരു മുടുത്ത മൊബൈലും. വണ്ടിയുടെ ചാവി യോഗത്തിന് വന്നിങ്ങനെ ഇവനെല്ലാം നമ്മൾ പറയും കാശുള്ള ആളാണ്. അതിനാ പുള്ളിയുടെ വണ്ടിയാണ്. വണ്ടിയിൽ ലോണാ, കാശില്ല, വീടിൽ ലോൺ. CC അടച്ചിട്ട് 2 മാസമായി. അതുകൊണ്ട് വേറെ വഴി വിടാ വണ്ടി വിടുന്നത്. വണ്ടി രാത്രി കൊണ്ട് വീട്ടിൽ ഇടുന്നുമില്ല, വേറൊരു വീട്ടിൽ കൊണ്ട് മനസ്സിലാകുന്നില്ല. മനസ്സിലായി? 2 ലോണാണ്. ലോണാണെങ്കിലും ആ പോക്കും വരവൊക്കെ കണ്ട
അപ്പൊ ഇന്ന് കാശുകാരനാന്ന് തെളിയിക്കുന്നത് അങ്ങനെ. വണ്ടിയും വീടും മൊബൈലും ചെല്ലുപടനെ പുള്ളിയുടെ മൊബൈൽ കഞ്ഞി കുടിക്കാൻ അവന്റെ വീട്ടിൽ വകയില്ല, എന്നാലും ആ മൊബൈൽ ചെല്ല് നിങ്ങളെ ശ്രദ്ധിച്ച് മൊബൈലും ഒക്കെ എടുത്തിട്ട് ഫോട്ടോ എടുത്തിടും ഇതിനകത്ത്. എന്റെ ഇത്രയും വിലയുള്ള വാങ്ങി, ഹലോ, അപ്പുറം നിൽക്കുന്ന ഫോട്ടോ എടുത്ത് വെച്ചാൽ അത് നിങ്ങൾക്ക് അറിയാൻ മേല. സ്തോത്രം. ഞങ്ങളുടെ വല്യമ്മച്ച് പറയുന്നൊരു ഭാഷ അത്ര നല്ലതല്ല. ഗുണ്ട് കാണാത്ത അച്ചി ഗുണ്ട് കാണുമ്പോ കണ്ട ഗുണ്ടല്ല കേവലോ. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നു. അപ്പോൾ ഈ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല, വലിയ ധനാഢ്യനാ. 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയുമായ വലിയ മൃഗസമ്പത്ത്. ഏതാണ്ട് 10-15,000 വരുന്ന മൃഗസമ്പത്ത്. നമുക്ക് ഒരല്പം സമ്പത്ത് കിട്ടിയാൽ മതി, പിന്നെ നിലത്ത് താഴെ നിൽക്കുകയല്ല. അഹങ്കാരമാണ്. 10 രൂപ കയ്യിൽ നിന്നാൽ ചുമ്മാ പോകുന്നതിന് ഓരം വെക്കും. അവൻ വെറുതെ പോവാ ചുമ്മാ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. യോബ് പരമഭക്തനാണ്, വലിയ ധനാഢ്യനുമാണ്. ധാരാളം ദാസീദാസന്മാര് വീടുകളില് ജോലിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ. ഇങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും വലിയ മഹാനായിരുന്നു. അപ്പോൾ യോബിന്റെ ഒരു പ്രത്യേകത, നിഷ്കളങ്കൻ നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. 7000 ആടും 3000 ഒട്ടവും 500 കാളയും 500 പെൺകഴുത 15,000 വരുന്ന മൃഗസമ്പത്ത്. ഏറ്റവും വളരെ ദാസന്മാര്, 10 പിള്ളേരുടെ പിതാവ് എന്നുള്ള ബഹുമതി. ഇങ്ങനെയുള്ള വളരെ നല്ല മനുഷ്യൻ. യോബിന്റെ ഒരു ക്വാളിറ്റി, വലിയ ധനാഢ്യനുമാണ്, തികഞ്ഞ ദൈവഭക്തനുമാണ്. ഭക്തനാ, പരമഭക്തനാ. കാരണം യോബിന്റെ ഭക്തിയുടെ വിശേഷത അടുത്ത വാക്യത്തിൽ അവന് തലമുറകളുടെ എണ്ണത്തിനൊത്ത് യാഗം കഴിക്കുന്നവനാ. അടുത്ത വാക്യം വായിച്ചേ. അവന്റെ പുത്രന്മാർ ഓരോരുത്തരും താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യാൻ തങ്ങളുടെ 3 സഹോദരന്മാരെയും ആളെ എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയി എന്ന് പറഞ്ഞ് ആളയച്ചവരെ വരുത്തിച്ച് ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗം കഴിക്കും. അതാ ഭക്തനാന്ന് പറഞ്ഞത്. പിള്ളേരുടെ ദിവസങ്ങൾ തികഞ്ഞു വരുമ്പോൾ പിള്ളേരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി രാവിലെ എഴുന്നേറ്റ്. അതൊക്കെ ഇപ്പം വലിയ ബുദ്ധിമുട്ടാ. രാവിലെ വളരെ ചുരുക്കം വരിക. അജര കാണാത്ത ആൾക്കാർ ഇതിനകത്തുണ്ട്. 4 മണി കണ്ടിട്ട് എത്രയോ നാളായി. ഉഷകാലം എന്ന് പാട്ട് പാടുന്നത് 7:30. ഉഷകാലം 7:30 ഉഷകാലം കാണാത്ത ധാരാളം ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കാണാത്തതങ്ങ് പാടുക. പിന്നെ നമുക്ക് അങ്ങനെ ആണെന്നില്ല പ്രമാണം. കാണാതെ വിശ്വസിക്കുന്നവർ. യോബ് രാവിലെ എഴുന്നേൽക്കും. ആ തലമുറയുടെ എണ്ണത്തിനൊത്ത് ഹോമയാഗം കഴിക്കും. ഹോമയാഗം. പരമഭക്തനായി യോബ്. എന്റെ ഭാഷ പറഞ്ഞാൽ വലിയ ധനാഢ്യനുമാ, തികഞ്ഞ ദൈവഭക്തനുമാ. ഈ അനുഭവങ്ങളുള്ളവർ വളരെ വിരളമാണ്. ഇല്ലെന്ന് പറയത്തില്ല, ഉണ്ട്. ചിലരുണ്ട്. ചിലർക്ക് ഇഷ്ടം പോലെ കാശായ പിന്നെ ദൈവത്തെ വേണ്ട, ഭക്തിയില്ല. കാശ് കൊണ്ട് എന്ത് നേടാന്നാണ്. എന്റെ സഹോദര, നിന്റെ അബദ്ധ ചിന്തയാ. കാശ് കൊണ്ടെല്ലാം നേടാൻ ഒക്കത്തില്ല. ഒരു മരണം നിന്നെ പിടികൂടും. നിന്റെ കാശ് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയല്ല. ചിലപ്പോ ചികിത്സ ചെയ്യുമ്പോ കുറെ നാളത്തേക്കൊക്കെ രക്ഷപ്പെട്ടിരിക്കാം. പക്ഷെ ഒടുവിൽ അവൻ നിന്നെ കൊണ്ടുപോകും. സ്തോത്രം. കാശുള്ളവരോട് ചോദിച്ച് കോടിക്കണക്കിന് ഇന്ത്യയിൽ സമ്പന്നന്മാരുണ്ട്, വേൾഡിലൊക്കെ സമ്പന്നന്മാരുണ്ട്. ഇന്ന് വരെ മരണത്തെ ജയിക്കുന്ന മരുന്നോ മാർഗമോ കണ്ടുപിടിച്ചിട്ടുണ്ടോ? സകല എണ്ണം കാശിട്ടേച്ച് വിട്ടുന്ന് പോയി. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം,
പിരിയുമ്പോൾ അതിനല്ല ക്ഷണം പോറ്റിചാരം മരണം വരുമേ നിന്റെ പണം നോട്ട്. ഇത് പാട്ട് പാടുമ്പം ശബ്ദം പോകുന്നുണ്ട്. എന്റെ ഭാഷയിൽ പറഞ്ഞ കാശ് ഉണ്ടെങ്കിലും അതിന്റെ മുഷ്കും തട്ടുവെന്ന് പുള്ളിക്കില്ല. പരമഭക്തന് ദൈവത്തിന് മഹത്വം. എണ്ണത്തിനൊത്ത് തലമുറകളുടെ എണ്ണത്തിനൊത്ത് യാഗം കഴിക്കുന്നവനാണ്. ഇങ്ങനെ അയ്യോബ് പരമഭക്തനായി ജീവിക്കുക. എന്തിനേറെ ഞാൻ ഓടിച്ചങ്ങ് മുമ്പോട്ട് പോകാം. പരമഭക്തനായിട്ട് ജീവിക്കുന്നു. കാശുകൊണ്ട് ഭക്തിയുണ്ട്. ഇത് രണ്ടും കൂടെ ഉള്ള ആൾക്കാർ വിരളമാണ്. ചിലർക്ക് കാശുണ്ടെങ്കിൽ ഭക്തിയില്ല, ചിലർക്ക് ഭക്തിയുണ്ട് കാശുമില്ല. എന്നാൽ അയ്യോബിന് എന്റെ ഭാഷ പറഞ്ഞ കാശുകൊണ്ട് ഭക്തിയുണ്ട്. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ എന്തായാലും ഇങ്ങനെ ഭക്തനായിട്ട് അയ്യോബ് ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ദിവസം ഈ പിശാച് സ്വർഗത്തിൽ ചെന്ന് ദൈവസന്നിധി ചെന്നു. അപ്പൊ ദൈവസഭ ഒന്നിച്ചു കൂടിയപ്പോൾ അവിടെ അന്ന് ഇയ്യോബ് എന്നുള്ള വിഷയമാണ് അന്നത്തെ സബ്ജക്റ്റ്. അപ്പൊ ദൈവദൂതന്മാരും എല്ലാം സാക്ഷിച്ചു കാണും ഇയ്യോബിനെ പറ്റി. പുള്ളി ഭക്തനാണ്, നിഷ്കളങ്കന, നേരുള്ളവനാ, ദൈവഭക്തന, ദോഷപ്പെട്ടവന, കാശുണ്ട്, പിള്ളേരുണ്ട്, കായബലമുണ്ട്, ചുറ്റുപാടുണ്ട്, എന്നാലും പരമഭക്തനാണ്. നന്നാ രാവിലെ എഴുന്നേൽക്കും, ഹോമയാഗം കഴിക്കും, പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടും, ഭക്തിയോടെ ജീവിക്കുന്നവനാ, നല്ല മനുഷ്യനാ. ഇയ്യോബിനെ പറ്റി നല്ല സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ ഒടുവിൽ സാത്താൻ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങളെല്ലാം ഇയ്യോബ് ഇങ്ങനെ ഭക്തനാന്ന് പറഞ്ഞു. അവൻ ഭക്തനൊന്നുമല്ല. പിന്നെന്നാ അവനിങ്ങനെ സ്വോത്രം പറഞ്ഞും പ്രാർത്ഥിച്ചും കൈകൊട്ടിയൊക്കെ ഇരിക്കുന്നത് ഭക്തി ഉണ്ടായിട്ടില്ല. പിന്നെ ഇഷ്ടംപോലെ കാശുണ്ട്, ഇഷ്ടംപോലെ നമ്മളെ പറ്റി നാട്ടുകാരെ ചെല്ലു പറഞ്ഞത് ഇതിനൊക്കെയല്ലേ ഇഷ്ടംപോലെ കാശ് കിട്ടും, അതായി കിടന്ന് കൊട്ടുകയും പാടുകയും തുടങ്ങി ചെയ്യും. കൊള്ളാം. അയൽക്കൂട്ടത്തിൽ നിന്ന് കാര്യം എടുത്ത് ചടയ്ക്കാതിരിക്കുന്ന പെണ്ണുങ്ങൾ ഇതിനകത്ത് ഫോണുള്ളവർ ഇതിനകത്തില്ലേ? വണ്ടിക്ക് ഇങ്ങോട്ട് വരാൻ പെട്രോൾ ഇല്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരി പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾ വിട്, വിശ്വാസത്തോട് വിട്ട് ദൈവം അത്ഭുതം ചെയ്യും. 3 അടി അരിച്ചിട്ടടിച്ചാ വണ്ടി ചാട്ടായി. തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ പെട്രോൾ അടിക്കാനാ അങ്ങനെയൊക്കെ ഉള്ളു. കൺവെൻഷൻ കഴിയുമ്പോൾ എങ്ങനെ അതുള്ള ചിന്താഭാരം പുള്ളിക്കും കാണുന്നത് എനിക്കറിയാം. ഇടയ്ക്ക് ഫോണുമായിട്ട് പോയപ്പോൾ ഞാൻ കണ്ടു. പിന്നെ അന്നേരം ഇറങ്ങി പോവുക വിഷയം ജിംജോൺ പാസ്റ്ററെ വിടണം, അവരെ വിടണം, പിന്നെ പന്തലുകാരും പ്രശ്നങ്ങളില്ല. എല്ലാവർക്കും ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്, ദൂരത്തിരുന്ന് കേൾക്കുന്നവർക്കും ഉണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം. പക്ഷെ നാട്ടുകാർ നമ്മളെ പറ്റി പറയുന്നത് ഇഷ്ടംപോലെ കാശുണ്ട്, പിന്നെ വരെ കോടികളാണ്. എന്താണ് പറഞ്ഞത്? കോടികളാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് ഈയിടെ ഒരു കോടി ജീവിച്ചാൽ കൊടുത്തില്ല. അല്ല, നല്ലതാണ്. ഗതികേട് പിടിച്ചവനാന്ന് പറയുന്നില്ലല്ലോ. ഒരു ഐറ്റിപ്പേടയാ വന്നത്. പൗലോസ് പറഞ്ഞു, ഒന്ന് വില്ലേജും എല്ലാം ഉള്ളവരെ പോലെ. അപ്പൊ നാട്ടുകാര് ചിലർ അങ്ങനെയൊക്കെ അഭിപ്രായം പറയും. പിശാചും അത് തന്നെ പറഞ്ഞു. അവനിങ്ങനെ ഭക്തിയോടിരിക്കുന്ന ഭക്തനായിട്ടല്ല, പിന്നെ ഇഷ്ടം പോലെ കാശ് കിടക്കുകയും ഈ 15,000 വരുന്ന മൃഗസമ്പത്തും കലാപുലി പോലെ 5, 6, 7 ആൺപിള്ളേരും 3 പെൺകൊച്ചുങ്ങളും, പിന്നെ പുള്ളിക്ക് കായബലും വീട്ടുവേലയ്ക്കും ഏത് വേണ്ടല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തോത്രമൊക്കെ പണ്ട് കൊട്ടിയും പാടി തുള്ളി ചന്തകൾ. അല്ല, ഭക്തനല്ല. അപ്പൊ ദൈവത്തമ്പുരാൻ സാത്താനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് അങ്ങ് തരിക. പക്ഷേ സ്തോത്രം അവന്റെ മേൽ കൈവച്ചത്. ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിൽ തരിക. ആ 1:12 ഒന്ന് വായിച്ചു. 1:12 പെട്ടെന്ന് ദൈവ സാത്താനോട് ഇത് അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലോട്ട് അങ്ങ് തരിക. അവനുള്ളതൊക്കെയും പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ ദൈവമക്കളോട് ഒരു കാര്യം പറയും. ദൈവം അറിയാതെ ഒരുത്തനും നിന്റെ മേൽ കൈവക്കത്തില്ല. ദൈവം അറിയാതെ ഒരുത്തനും നിന്നെ തൊടത്തില്ല. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിനക്കൊരു ദോഷം വരുത്തുകയല്ല. ഒരു ദോഷവും തെറ്റാതെ വേണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കുന്നവനാ. കാരണം സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ.
അതിനെ ഉയർത്ത കർത്താവ് മത്തായി 28:18 പറഞ്ഞു. ശിഷ്യന്മാരുടെ പറയാ, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുക. സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. ഈ ചരാചരങ്ങളെ, അണ്ടകടാകത്തെ, ബ്രഹ്മാണ്ട കോടിടാണ്ടത്തെ, പ്രകൃതികളെ എന്ന് വേണ്ട ഭൂചര ഖേചര വസ്തുക്കളെ സകലത്തെയും നിയന്ത്രിക്കുന്ന, സകലത്തെയും സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഒരുവനെ ഉള്ളൂ. സർവ്വം നിന്നെ തൊടുകയില്ല. അതുകൊണ്ടാ പിശാച് പറഞ്ഞു, അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചും സ്വോത്രം പറഞ്ഞിരിക്കുന്നത് ഭക്തനൊന്നുമല്ല, ഇഷ്ടംപോലെ കാശുണ്ട്, കാശും പിള്ളേരും അല്ല ഉണ്ട്. അതുകൊണ്ടാ പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ചും ഒക്കെ പോകും. എന്നോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എത്ര കിട്ടുമെന്ന്, എത്ര കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു, കൃത്യം പറയാനൊക്കത്തില്ല, അത് സാഹചര്യം പോലെ. ദുഷ്ടരാകും ജനങ്ങളും നീതിയുള്ളവർക്കും, ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും വൻമഴയും നൽവയിലും നൽകുന്ന കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പോൾ പിശാചായി ഈ വിധത്തിലൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ദൈവത്തമ്പുരാൻ പിശാചിനോട് പറയുന്നത് 1:12 ഇതാ സാത്താനെ, ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക. വായിച്ച 1:12. ദൈവം സാത്താനോട്, അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. ഇതാ ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് അങ്ങ് തരിക. അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം പറയാനും ഒരുത്തനും നിന്നെ തൊടുകയില്ല. ദൈവം അനുവദിക്കാനും ഒരുത്തനും നിന്നെ തൊടുകയില്ല. അഥവാ ആരേലും തൊട്ടാൽ ഓർത്തോണം, ദൈവത്തിന് അതിന്റെ മുമ്പിൽ എന്തെങ്കിലും പദ്ധതിയുണ്ട്. അഥവാ ആരേലും തൊട്ടാൽ ഓർത്തോണം, ദൈവത്തിന് പദ്ധതിയുണ്ട്. അന്നേരം നീ പഞ്ചായത്ത് മെമ്പറെ വിളിച്ച്, പ്രസിഡന്റിനെ വിളിച്ച്, MLA കണ്ട്, MP കണ്ടേച്ച് അവിടെ പോയി സമരം ചെയ്യരുത്. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ അക്കളി കളി പുസ്തകം പറയുന്നത് ദൈവം അറിയാതെ തൊടുകയല്ല. അന്നേരം നമ്മൾ പറയാ, ഞങ്ങളിൽ ഒന്നിനെ, അങ്ങനെ ഞാൻ മറന്നു. ദൈവം അറിയാതെ ഒന്നും വരികയല്ല. സകലത്തിന്റെ അധികാരി കർത്താവാ. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിന്നെ തൊടുകയല്ല. അഥവാ ആരെയും തൊട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ എന്തെങ്കിലും പദ്ധതി കാണും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പദ്ധതി കാണും. അന്നേരം നീ ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായിട്ട് പിശാചിനോട് ദൈവം പറഞ്ഞതാ, ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക. അവന്റെ മേൽ മാത്രം സ്തോത്രം. ആദ്യം പുള്ളി തൊടാനൊന്നും വന്നു. ഇയ്യോബിനെ പറ്റി ഇങ്ങനെ ആക്ഷേപം പറഞ്ഞപ്പോ ദൈവം പറഞ്ഞാണ്ട് അവനുള്ളതല്ല ഇരിക്കുന്ന എടുത്തോ. അന്നേരം പിശാച് പറഞ്ഞു, ഞാനെങ്ങനെ എടുക്കാനാ? അതിനാ നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ച. നീ അവന് ചുറ്റും, നിനക്ക് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ടെന്ന്. എന്തോ വേലിയാന്ന് വെച്ചാൽ ഇവിടെ അപ്പുറത്തുകാരിട്ട കമ്പിവേലി ഒന്നുമല്ല, ദൈവം ദൂതനെ കൊണ്ടാണ്. നീ അവനും അവന്റെ വീട്ടിനും അവരുടെ സകലത്തിനും ചുറ്റും വേലി കെട്ടിട്ടില്ല. ചുറ്റും വേലി കെട്ടിയെന്ന് നിനക്ക് ചുറ്റും ദൈവത്തിന്റെ തീമതിലുണ്ടെന്ന്. ശത്രു നിന്റെ കോമ്പൗണ്ടിൽ കയറാൻ ദൈവം അനുവദിക്കത്തില്ല. എടാ, അഥവാ നിന്റെ വീട്ടിൽ ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നാൽ അവൻ അവിടെ വരുമ്പോ തിരിഞ്ഞു പോകുമെന്ന്. പോകും. പട്ടിയെ ഒന്നും വളർത്തണ്ട, വേണ്ട. ചെല്ലു പറഞ്ഞേ, ഒരു പട്ടി ഉണ്ടെങ്കിൽ അറിയാമല്ലോ. എന്നെ അറിയാൻ പട്ടിക്കും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് മയക്കുന്നതൊക്കെ ഉണ്ടെന്ന് കേൾക്കും. ഞാൻ കഴിച്ചിട്ടില്ല. വലിയ പട്ടിയെ വളർത്തിയതാണ്. വീടും സ്ഥലവും പറയുന്നില്ല. പട്ടി അറിഞ്ഞില്ല. അവൻ ബുദ്ധിമാന. അവൻ പട്ടിക്ക് ആദ്യം കൊടുത്തു. പട്ടി 5 മിനിറ്റ് കഴിഞ്ഞപ്പോ പട്ടി മാണ്ട് കിടന്നു. പണ്ട് നമ്മുടെ കള്ളം കയറി വെച്ച് എല്ലാ സാധനവും പാണ്ടിലോറ് കിട്ടാൻ എടുത്തോണ്ട് പോയി. അപ്പൊ അപ്പുറത്തെ വീട്ടുകാരെടുത്ത് വീട് മാറുക. അവര് കണ്ടു പാണ്ടിലോറ് കിട്ടിയ സാധനമെല്ലാം കയറ്റുന്നത്. അപ്പൊ അവരോർത്തത്, കാരണം സഹകരിക്കുന്നില്ലല്ലോ അധികം.
അപ്പുറത്തുകാരുമായിട്ട് സഹകരിച്ചാലല്ലേ വീട് മാറുകയെന്നോ അതോ പോവുകയെന്നോ എടുക്കാന്നോ അവരുമായിട്ട് വിട്ട് മതിലുമൊക്കെ കെട്ടി ഇങ്ങനെ താമസിക്കേണ്ടി കാശിഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര മതിലും കെട്ടി ആമത്താഴ് വിട്ട് ഗേറ്റ് വിട്ട് ആരാ പറ താമസിക്കുന്ന പോലും അറിയത്തില്ല. പിന്നെ വല്ലപ്പോഴും കാറേ പോകുമ്പോ ഇങ്ങനെ അതിലിവിടെ ലോറി ഇട്ട് സാധനം എടുത്തപ്പോൾ അവര് കാണുന്നുണ്ട്. അവര് പെമ്പളയും മാമ്പളയും ബാൽക്കണി ഇരുന്ന് കാണുക ലോറിയ സാധനം. അപ്പൊ അവര് തമ്മിൽ പറഞ്ഞു, അയ്യോ സ്ഥലം മാറുകയാണെന്ന് തോന്നുന്നു. അവരും എന്തായാലും ഞാൻ കള്ളൻ പാണ്ടിലോട് കൊണ്ടുവന്നിട്ട് അവനും അവന്റെ കൂട്ടരും വന്ന് ഒടുവിൽ തള്ള കിടക്കുന്ന മുറിയിൽ കയറി ടോർച്ചടിച്ച് എന്നാലും അവന് ദർശനം കാണുക പ്രതികൂടെ ചോദിക്കുകയാണ്. അല്ല, ഒരു കണക്കിന് നല്ലതായി. അത് നല്ല അല്ലെങ്കിൽ അവൻ കുത്തിക്കൊന്ന എടുത്തേനെ. അല്ല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഉണ്ട്. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, നിന്റെ വീടിന് ചുറ്റും ദൈവം ദൂതനെ നിർത്തും. അഥവാ നിന്റെ വീട് കവർച്ച ചെയ്യാൻ ഒരുത്തം ദൈവം അവനെ തടയുമെന്ന് ഞാനത് വിശ്വസിക്കുന്നയാളാ. ഞാനത് അനുഭവിച്ചയാളാ. ദൈവത്തിന് മഹത്വം. നിന്റെ വീടിന് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. സ്തോത്രം. ദൂതസഞ്ചയം എനിക്കു കാവലായി തന്നു. ദൂതസഞ്ചയം എനിക്കു കാവലായി തന്നു. ഓ ദൂതരേക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം ദാനമായി തന്നതിനെ ഓർത്തു. ദാനമായി തന്നതിനെ ഓർത്തു. ഓ സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം. പ്രിയ യേശു രാജനെന്നും സ്തോത്രം. സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം. പ്രിയ യേശു രാജനെന്നും സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കളിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിനക്ക് ചുറ്റും നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ട്. സ്തോത്രം. അഥവാ നിന്റെ വീട്ടിൽ കേട്ടിട്ടുണ്ട് കൊച്ചു ഉപദേശിയാണോ കുറ്റമണ്ണിൽ മാമന് ഉപദേശിയാണോ അവരുടെ രണ്ടുപേരുടെ ആരുടെയോ ജീവിതത്തിന്റെ സംഭവമാണ്. അതുകൊണ്ട് നമ്മളിപ്പം കടന്നു പോഴേ ആരുടെയും കൊണ്ട് ഒരു സാക്ഷി തന്നെ പലരും പറയുന്നു. എന്തായാലും ഏത്തക്കൊല മോട്ടിച്ചു, അതറിയാം. ആരുടെയും കള്ളം വന്ന് ഏത്തക്കൊല മോട്ടിച്ചുകൊണ്ട് പോയി. പുള്ളി പ്രാർത്ഥിച്ചത്, ദൈവമേ ഞാൻ ദൂതനെ ഇവിടെ നിർത്തിയിരുന്നതാണ്. ഇവൻ വന്ന് ഏത്തക്കൊല മോട്ടിച്ചു കൊണ്ടുപോയി. നടന്ന സംഭവം കൊണ്ടുപോയതിന് സ്വസ്ഥത കിട്ടിയില്ല. അതുകൊണ്ട് ഇവൻ ഇവിടെ കൊണ്ടുപോയി. ഞാൻ എപ്പോഴും പറയുന്നൊരു സാക്ഷ്യമുണ്ട്. പാതിയപ്പള്ളി കുഞ്ഞവരാജൻ എന്ന് പറയുന്നൊരു കർത്തൃദാസനുണ്ട്. ഇപ്പോഴും കൊണ്ട് ക്ഷീണമാണ് ഭാഗത്താനത്ത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ കള്ളൻ കയറി. കള്ളൻ വർഷങ്ങൾ ഇവിടുത്തെ അമ്മച്ചി നല്ലൊരു അമ്മച്ചിയാണ്, ഭക്തയായ നല്ല മാന്യ മാതാവാണ് കുഞ്ഞവരാജന്റെ അമ്മ. അപ്പൊ കുഞ്ഞവരാജൻ വലിയ ബിസിനസ്സും ഒക്കെയാ, കോൺട്രാക്ടറാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കള്ളൻ കയറി. കള്ളൻ നല്ല ബുദ്ധിയുള്ള കള്ളനാ. സന്ധ്യയ്ക്ക് കയറി വീട്ടിൽ കഴിയുമ്പോൾ അവര് കഥകിന് കുറ്റിയിടും. അപ്പൊ പിന്നെ തുറക്കാനൊക്കത്തില്ല. കള്ളൻ നേരത്തെ വലിയ വീടാണ്. അന്നത്തെ കാലത്ത് ഭയങ്കരം വീടാണ്. അന്നത്തെ കാലത്ത് ആ ദേശത്ത് ഏറ്റവും വലിയ വീട്. ഇഷ്ടംപോലെ മുറികളും വാതിലുകളും ഒക്കെ. അപ്പം പലരും അവിടെ വരുമല്ലോ, ബിസിനസ്സിനോട് ബന്ധപ്പെട്ടും കോൺട്രാക്ടറോട് ബന്ധപ്പെട്ടും സഭയൊക്കെ. അപ്പം പലരും വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ നടക്കും. അപ്പം ഒരുത്തിനങ്ങോട്ട് കയറി പോയി വീട്ടിൽ വന്നവരായിരിക്കുമെന്ന് എല്ലാവരും അവൻ കള്ളനാണ്. അവൻ നേരത്തെ കയറി. അങ്ങനെ പാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ ഞായറാഴ്ചനും കുടുംബം അറിയുന്നില്ല, അമ്മണിമാമയെ അറിയുന്നില്ല. അതിരിങ്ക ജോർസാർ എന്ന് പറയുന്നൊരു കർത്തൃദാസനുണ്ടായിരുന്നു, മൺമറഞ്ഞു. അതിരിങ്ക ജോർസാർ ഭയങ്കര കൃപയുള്ള കർത്തൃദാസൻ. അനേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ദർശനം കൊടുത്തു. കുഞ്ഞവരാജന്റെ വീട്ടിൽ കള്ളം കയറി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കണ്ടെന്ന് വിശ്വാസം. കള്ളം കയറി പോകുന്നതും ഇരിക്കുന്ന സ്ഥലവും ജോർസാറും വെളിപ്പാട്. പുള്ളിക്ക കൊച്ചായൻ എന്ന് പറയുന്ന കർത്തദാസനും മക്രോണി ഷൗമേലി ചായനും പറഞ്ഞു കേട്ടതാണ്. അവരെയും കൂട്ടിക്കൊണ്ട് അംബാസഡർ കാറിൽ കുഞ്ഞവരാജന്റെ വീട്ടിൽ. അയ്യോ സാറെ വിളിക്കാതെ തന്നെ വന്ന് എന്നാ കാര്യം, ആരുണ്ടകത്ത് ഇന്ന ആൾക്കാരുണ്ട് ഇങ്ങോട്ടിറങ്ങി. അപ്പൊ പുള്ളിക്ക കൊച്ചായൻ നല്ല അഭ്യാസമൊക്കെ പഠിച്ച് കാണാം.
വിശ്വാസത്തിൽ, അല്ലാതെ ഡോബർമാനെ വളർത്തിയത് കൊണ്ടൊന്നുമല്ല. പാല് മുറിച്ച 2 പട്ടി, മോന്ത ചുളുങ്ങിയ ഒരു പട്ടി, അതിന്റെ പേരൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഇവിടെ ഞാൻ എങ്ങടി എന്നപ്പം ഇങ്ങനെ നിൽക്കുന്നതാണ്. നിന്റെ വീട്ടിൽ ദൈവം ദൂതനെ ഇറക്കുമെന്നായി പറഞ്ഞത്. നിന്റെ സഭയ്ക്ക് ചുറ്റും ദൈവം ദൂതനെ ഇറക്കുമെന്ന്. നീ പാർക്കുന്നിടത്ത് ദൈവം ദൈവദൂതനെ ഇറക്കുമെന്ന്. ദൈവദൂതൻ ഇറങ്ങിയാൽ ഒരു ദൂതൻ ഇറങ്ങി 1,85,000 അടിച്ച് ശരിയാക്കി. ഈ ടൈപ്പ് ദൂതനാ നിനക്ക് വേണ്ടി ഇറങ്ങുന്നത്. എന്താ പട്ടിയുടെ പേര്? പാക്ക് വന്നാ 1,85,000 അടിക്കുമോ? പട്ടിയെ അവനടിച്ച് ശരിയാക്കും. നിനക്ക് പട്ടി വേണോ ദൂതൻ വേണോ എന്ന് ഇന്ന് രാത്രി തീരുമാനിക്കണം. നാളെ അടുത്ത പറഞ്ഞ് പട്ടിയും ദൂതനും വേണമെന്ന്. രണ്ടുകൂടെ ഒക്കുകയല്ല, രണ്ടുകൂടെ ഒക്കത്തില്ല. ദൈവത്തിന്റെ മഹത്വം. നിനക്ക് ദൂതൻ ദൈവം ഇറക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് ശക്തിയും ബലവുമേറിയ ദൈവദൂതന്മാർ. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന്റെ വൈദ്യന് വേണ്ടി ദൈവ ദൂതനെ ഇറക്കും. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയാ. അയ്യോ, എല്ലാവരും കൂടെ ദൈവം ദൂതനെ വിടും. അതിനു വേണ്ട ദൂതനുണ്ടോ? അയ്യോ, ഉണ്ട്. കോടി കോടി ദൂതന്മാരാ. കോടി കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പറഞ്ഞിടും. കോടി കോടി ദൂതരുമായി മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ വാക്കുമാറ ദൈവജനം ഓരോന്നായി നിറവേറും. വാക്കുമാറ ദൈവജനം ഓരോന്നായി നിറവേറും. ഞാനും ചേർന്ന് ആനന്ദിക്കും എന്നെ കൂടെ. അല്ലേ എന്റെ ശബ്ദം വന്നു പോകും. അതല്ല, ഒരു കാര്യം ദൈവമക്കളോടും കേൾക്കുന്നവരോട് പറയാം. നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. സാത്താനോട് ദൈവം പറഞ്ഞ ദൈവനുള്ളതെല്ലാം തൊടാനാ. നീ അവന് ചുറ്റും വേലി കെട്ടി. നിനക്ക് ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്. ദൈവം അറിയാൻ ഒരുത്തിനും നിന്നെ തൊടത്തിന്റെ വേലി പൊളിക്കത്തില്ലെന്നേ. ഇങ്ങനെ സാത്താൻ പറഞ്ഞപ്പോഴാ തമ്പുരാൻ പറഞ്ഞു, അങ്ങനെ എന്താ ഈയോവിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തീർക്കുക, പക്ഷെ അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത്. ഇനി ഓടിച്ചു പറയാം. സാത്താൻ ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമാണ്. അനുവദിച്ചല്ലോ. സാത്താൻ സന്തോഷമായി. സാത്താൻ സന്തോഷിച്ച് പുറപ്പെട്ട് ഈയോവിനുള്ളത് മുഴുവൻ അങ്ങ് തൊട്ടു. 1:13 മുതൽ വായിത്. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ദൂതൻ അവന്റെ അടുക്ക് വന്ന് കാളകളെ പൂട്ടുകയും പെൺകരുതുകൾ അരികെയും മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ശെബായർ വന്നവയെ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ വാളിന്റെ വയറ്റിലേക്ക് വെട്ടിക്കൊന്ന് വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം മടുതി പോന്ന് പറഞ്ഞു. ഇത് പറഞ്ഞോടിക്കുമ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യം വായിര്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിന്റെ തീ ആകാശത്തുനിന്ന് വീണ് കത്തി വേലക്കാരും ബാല്യക്കാരും എല്ലാം ഇരയായി തുറന്നു. വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം മഴുതി പോന്നു. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വേറൊരുത്തം വന്ന് അടുത്ത വാക്യം വായിര്. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോകുകയും വേലക്കാരെ വാളിന്റെ വായത്തിലേക്ക് വെട്ടിക്കൊന്ന് വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം മഴുതി പോന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ വേറൊരുത്തം വന്ന് അടുത്ത വാക്യം വായിര്. നിന്റെ പുത്രന്മാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്ത് പെട്ടെന്ന് മരുഭൂമിയിൽ ഒരു കൊടുങ്കാറ്റ് വന്ന് പേരയുടെ 4 മൂലയ്ക്ക് ഒടിച്ച് പേര കൊച്ചുങ്ങളുടെ പുറത്ത് വീണ് കൊച്ചുങ്ങളെ യാത്രന്നാ. ഞാൻ എന്റെ ശൈലി പറഞ്ഞതുള്ളത് അങ്ങനെ തന്നെ അല്ലേ? സ്തോത്രം. ത്രിവിധ ശക്തി വന്ന് ഇയ്യോബിന്റെ സമ്പദ്ഘടന മുഴുവൻ നശിപ്പിച്ചെന്ന്. ഈ സാമ്പത്തിക ഭദ്രത വന്നത് ദൈവം അറിഞ്ഞ. അതെ, ദൈവം പറഞ്ഞാ വന്ന്. ഷാജായി ഒപ്പിച്ചെങ്കിലും ദൈവം അനുവദിച്ചിട്ടാ. ഈ കണ്ടമാനം കാശുണ്ടാക്കാൻ പരിശ്രമിക്കുമ്പോ ചില കെടുതികളൊക്കെ ഇത് ദൈവം പറഞ്ഞ കേസാ. ദൈവം അനുവദിച്ചു. പിശാചി പറഞ്ഞത് അവനിങ്ങനെ പദ്ധതിയോടെ പ്രാർത്ഥിക്കുന്നത്, സ്വോത്രം പറയുന്നതും ആരാധിക്കുന്നത് കാശുള്ളത് കൊണ്ടാ. കാശെല്ലാം തീരട്ടെ എന്നാലേ പറയാൻ കളി. അന്നേരം ദൈവം പറഞ്ഞ മുഴുവൻ ഏൽപ്പിക്കുക. അങ്ങനെ സാത്താൻ വന്ന് ഇയ്യോബിനുള്ളതെല്ലാം തൊട്ടു. കൽദയര് ശെബായര് ത്രിമൂർത്തികള്. അങ്ങനെ ചിന്തിക്കുന്ന ത്രിമൂർത്തി, 3 ശക്തികൾ. കൽദയര്, ശെബായര്, ഈ 3 ത്രിവിധ ശക്തികളൊന്ന് ഇയ്യോബിന്റെ സമ്പത്ത് മുഴുവൻ തകർത്തു.
പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്ന് വീഞ്ഞു കുടിച്ചിരിക്കുക. പിള്ളേര് 10 പിള്ളേര്. അങ്ങനെ എഴുതിയേക്കുന്ന മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ. അങ്ങനല്ലേ വായിച്ചു എന്റെ മക്കളല്ല. മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ അല്പം കൂടെ കയറ്റി വായിക്കുന്നു. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്തായാലും പിള്ളേര് നല്ല കൊച്ചുങ്ങളാ, കാരണം പ്രാർത്ഥിക്കുന്ന കൊച്ചുങ്ങൾ. അതുകൊണ്ടാ എല്ലാവരുടെ ഒരുത്തന്റെ വീട്ടിൽ ഒന്നിച്ച് കൂടി. മൂത്ത ചേട്ടൻ നമ്മള് കൂടുകയല്ല. മൂത്തവൻ ചർച്ചക്കോട്, രണ്ടാമത്തവൻ IPC, അതിന്റെ ഇളയവൻ അസംബ്ലീസ് കോഡ്, നാലാമത്തവന് ഷാരോന്, അഞ്ചാമത്തവൻ സ്വതന്ത്ര പെന്തിക്കോസ്, തള്ളയൊരെണ്ണം TPM-ല്. ഒരെണ്ണം യോജിക്കുകയില്ല, കയറുകയില്ല. ഇവിടെ യോഗം വെക്കുമ്പോ അവര് യോജിക്കുകയില്ല, അവിടെ വെക്കുമ്പോ ഇവരും ചെല്ലുകയില്ല. ഇവൻ വേദവസ്ഥമായിട്ട് അങ്ങോട്ട് പോകുമ്പോ അവര് മാർത്തോസവും വേദവസ്ഥമായിട്ട് അങ്ങോട്ട് കണ്ടാൽ പോലും വേണ്ടില്ല. അവരെ കണ്ടിട്ട് തെക്കോട്ട് തിരിഞ്ഞാണ്. രണ്ടു കൂട്ടർ അങ്ങേറ്റത്ത് ചെന്ന് വെച്ച് നോക്കിയപ്പോ സൂക്ഷം നോക്കുകയും എന്നാൽ ഈ പിള്ളേര് നല്ല പിള്ളേരാ. മൂത്ത ചേട്ടന്റെ വീട്ടിൽ ഒന്നിച്ചു കൂടി. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, ദൈവമക്കളെ, ദൈവസ്നേഹം എന്താന്ന് ചോദിച്ചാൽ സഭ നോക്കിയല്ല, സംഘടന നോക്കിയല്ല, കളറ് നോക്കിയല്ല, പൈസ നോക്കിയല്ല, പൊസിഷൻ നോക്കിയല്ല. യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ കാണുമ്പോൾ അകത്തൊരു തുടിപ്പുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിന്റെ മാനസാന്തരം ശരിയായ മാനസാന്തരമാണ്. IPC, ചർച്ചക്കോടും അസംബ്ലീസ് കോഡ്, ഷാരോനും ന്യൂ ഇന്ത്യയും TPM നോക്കിയല്ല സ്നേഹിക്കേണ്ടത്. ബോർഡ് നോക്കിയുള്ള സ്നേഹമൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. സ്തോത്രം. കളർ നോക്കിയുള്ള സ്നേഹവും ദൈവത്തിൻ്റെതല്ല. എനിക്ക് ഒരു പ്രഗത്ഭനായ ഒരാളെ അറിയാം. പുള്ളി പണ്ഡിത ശിരോമണിക്ക, പക്ഷെ എല്ലാവർക്കും കൈ കൊടുക്കുകയല്ല. എല്ലാവർക്കും കൊടുക്കുക. പണ്ഡിതനാ, പണ്ഡിതൻ, ഭയങ്കര പണ്ഡിതനാ. പേരൊന്നും ഞാൻ പറയുന്നില്ല, മറന്നുപോയിട്ടല്ല, വെറുതെ എന്തിനാ ആലോചന ഉണ്ടാക്കുന്നെന്നോ. ഭയങ്കര പണ്ഡിത ശിരോമണിയാ, എല്ലാവർക്കും കൈ കൊടുക്കുകയല്ല. ചില കനമുള്ള പിടിപ്പുള്ള കാശുള്ളവരെ കണ്ട കഴിഞ്ഞോട്ട് ഞാൻ കാണിക്കാൻ പുള്ളി കൊടുക്കുന്നു. പിടിപ്പ് കുറഞ്ഞവനും, ചില നാടൻ ഭാഷ പറയാ, കളർ കുറഞ്ഞവനും പിടിപ്പ് കുറഞ്ഞവനും കാശില്ലാത്തനും അന്ന കൈതാ. ദൈവമക്കൾക്ക് ഭൂഷണമല്ല. അവര് ദൈവം വിളിച്ചവരുമല്ല, മാനസാന്തരപ്പെട്ടവരുമല്ല. സ്തോത്രം. സഭ നോക്കിയല്ല സ്നേഹിക്കേണ്ടത്. മാർത്തോമയാണോ, യാക്കോബയാണോ, കത്തോലിക്കരാണോ, അല്ലെ CSI ആണോ, CMS ആണോ, സാൽവേഷൻ ആർമി ആണോ, ബ്രദർ ആണോ, പെന്തിക്കോ, അതല്ല ദൈവസ്നേഹം. രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിന്റെ പൈതലിന്, രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിനെ കാണുമ്പോൾ അകത്തൊരു തുടിപ്പുണ്ടാകും. ഈ വന്ദനം കേട്ടിയപ്പോ പിള്ള ഗർഭത്തിൽ തുള്ളിയെന്നാണ്. ഒരു തുള്ളല് തുള്ളി പിള്ള നിന്നുമില്ല, പിള്ള വെളിയിൽ വന്നും തുള്ളി. സ്തോത്രം. അവൻ ആത്മാവിൽ പിന്നെയും വിലപ്പെട്ടത്. നമ്മൾ ഒരു തുള്ളിയാ ചിരിക്കുക മിണ്ടാതെ. പറഞ്ഞ് ഞാൻ 82 തുള്ളിയതാ. എവിടെ വെച്ച്? അകത്ത് വെച്ച്. പിന്നെ തുള്ളിയിട്ടില്ല. തുള്ളണമെന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിന് അകത്ത് തുടിപ്പുണ്ടാകും. അപ്പൊ ഈ പിള്ളേര് നല്ല പിള്ളേരാ. എല്ലാവരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ ഒന്നിച്ച് കൂടി. ദൈവമക്കൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. സ്തോത്രം. ഇത് ചില സഭ യോഗം വെക്കുമ്പോ മറ്റവര് വരികയല്ല, അവര് വെക്കുമ്പോ ഇവര് പോകുകയല്ല. ഇതൊന്നും ശരിയായൊരു നടപടിയല്ല. ആരുടെ യോഗമാ? ആരെ? സ്വതന്ത്രക്കാരാ. ഞങ്ങളാരും പോകുകയല്ല. ഞങ്ങൾക്ക് ആ ദിവസം ഇവിടെ വേറെ ഒന്നും ഗുണം വന്ന കേസല്ല. ദേശത്ത് ആരുമായിക്കോട്ടെ ഒരു സുവിശേഷ നടക്കുമ്പോൾ ആ ദേശത്തുള്ള ദൈവമക്കളെല്ലാം ഒന്നിച്ചു കൂടണം. അതാ ദൈവസ്നേഹം. അല്ലാതെ അവര് യോഗം വെക്കുന്ന സെയിം ഡേറ്റ് അപ്പുറയും കൊണ്ട് യോഗം വെച്ച് ഉള്ള കുരുക്ക് ഒപ്പിച്ച് വിശ്വാസി കടന്നു പോയി അങ്ങോട്ട് പോകാവോ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സെല്ലാം അവിടെ. അങ്ങനല്ല. ദൈവസ്നേഹത്തിൽ നിൽക്കണം. ഏട്ടാ, ഞാൻ ഇടയ്ക്ക് ആ ഭാഗം അങ്ങ് വിടുക. അപ്പോൾ ഇവര് പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്ന് വീഞ്ഞു കുടിച്ചിരുന്ന് പെട്ടെന്ന് കൊടുങ്കാറ്റ് വന്ന് പെരയുടെ മൂലക്കടിച്ച് പുര കുഞ്ഞുങ്ങളുടെ മേലെ വീണ് കുഞ്ഞുങ്ങൾ 10 മരിച്ചു. ഇയ്യോബിന്റെ സമ്പത്ത് മുഴുവൻ തകർത്തു, തലമുറ മുഴുവൻ പോയി. സാത്താൻ ഓർത്തത് സമ്പത്തും തലമുറയും പോകുമ്പോ ഇവൻ ദൈവത്തെ ത്യജിച്ചു പറയുമെന്ന. പക്ഷെ ഇയ്യോബിന്റെ ക്വാളിറ്റി കണ്ടോ? ഇയ്യോബ് പറയുക, ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ പൊന്നുനാമം വാഴ്ത്തപ്പെടട്ടെ.
ദൈവം തമ്പുരാൻ അപ്പം സാത്താനോട് പറഞ്ഞു, സാത്താനെ നീയല്ലേ പറഞ്ഞ പുള്ളിയുടെ സമ്പത്തും പിള്ളേരും എല്ലാം പോകുമ്പോൾ ദൈവത്തെ ത്യജിച്ച് പറയുന്നതാണ്. അവന്റെ സമ്പത്തും പിള്ളേരും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും പുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നല്ലോ. ഉടനെ സാത്താൻ പറയാ, തൊക്കിന് പകരം തോക്കൻ, മനുഷ്യൻ തനിക്കുള്ളതൊക്കെ ജീവന് പകരം കൊടുക്കുമല്ലോ. 2:4 2:4. സാത്താൻ യഹോവയോട് തൊക്കിന് പകരം തോക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. ഒരു മനുഷ്യന് ഏറ്റവും വലുത് അവന്റെ ജീവനാ. എല്ലാവർക്കും അങ്ങനെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും വലുത് അവനവന്റെ ജീവനാ, അല്ലേ? എല്ലാവർക്കും അങ്ങനെ. സഹോദരിമാര് പറയുമോ, എങ്കിൽ അച്ചാച്ചൻ എനിക്ക് അങ്ങ് ജീവനാ. അത് ജീവനാ, പക്ഷെ അച്ചാച്ചനേക്കാളും ജീവൻ അവനവന്റെ ജീവനാ. വൈകേലൊക്കെ ഉള്ള പോക്ക് കാണുമ്പോ നമ്മളൊക്കെ ജീവനാ. പിന്നെ ജീവനെയൊക്കെ നമ്മൾ കണ്ടതല്ലേ. എല്ലാരും അല്ലെങ്കിലും സിംഹഭാഗവും ആരോഗ്യവും പ്രസരിപ്പും ഓജസ്സും കരുത്തും നെടുപ്പവും ആക്കവും തൂക്കവും ഒക്കെ ഉള്ളപ്പോൾ അച്ഛൻ അത് കഴിയുമ്പോ പുള്ളി ആകെ ക്ഷീണിക്കും. അമ്മ എങ്ങനെയുണ്ട്? പുള്ളിക്ക് ഭയങ്കര ദൈവഹിതത്തിനായി പ്രാർത്ഥിച്ചാണ് ആകാനാ പറഞ്ഞത്. അത് പച്ചയ്ക്ക് പറഞ്ഞില്ലെന്നേ, വലിയ കഷ്ടമാണ്.